നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ്. കാരണം ഇവിടെ വെള്ളം പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറി, ഈ നാല് ചുറ്റും വീടുകൾക്ക് വെള്ളം കയറിയ സമയത്തൊക്കെ ഞാൻ ഒരുപാട് അതിഥികളെ പിടിക്കാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. അതിലുപരി നമുക്കൊരുപാട് പക്ഷികളെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതിലുപരി ഇപ്പോൾ വിളിച്ച ഈ സ്ഥലത്ത്, ഈ പോകുന്ന വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ, ഈ വീട് ആ വീടിലൊക്കെ ഞാൻ പോയി പാമ്പിനെ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അതിലുപരി ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. അവരടുത്ത പറമ്പിൽ ഒരു വെള്ള കളറിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു മാളത്തിനകത്ത് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ സമയങ്ങളിൽ ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ഇടപ്പഴിഞ്ഞിക്ക് അടുത്താണ്. നമസ്കാരം. എന്തുണ്ട് വിഷയം? എന്താ പേര്? നിഖിൽ. എന്താ പേര്? ഉണ്ണി. അനന്തുവാണ് വിളിച്ചത് അല്ലേ? ഇതെവിടെ അനന്ത് കണ്ടെന്ന് പറഞ്ഞ? ഇതിനകത്താ? പോയിട്ടില്ല. ഇതിന്റെ അകത്തിനുണ്ട്. പട്ടിയാണ് ഫസ്റ്റ് കണ്ട് കുറച്ചോണ്ടിരുന്ന. നായോ? നായി പകത്താണ്. അപ്പുറത്താക്കി. ഓ, 2 ഉണ്ട്. ചുറ്റി പണിഞ്ഞ കിടക്കുക. ഓ, എങ്ങോട്ട് കയറി? എന്നിട്ട് ഇതിന്റെ ഇടയിൽ തന്നെ കയറി. ആ സമയം തൊട്ട് അനന്ത് ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്? പോയിട്ടില്ല. ഇങ്ങോട്ടും പോയിട്ടില്ല. ഇതിനകത്ത് ആ സൈഡിലോട്ടും പോയിട്ടില്ല. പോയാൽ കിട്ടത്തില്ല. 6 തന്നെയാണ്. 2 ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മാറ്റി നോക്കിയേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. ഇനി ഈ വീട്ടിൻ്റെ ചുവൻ്റെ അടിയിൽ ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തും പോവാം. ഈ അടുത്ത കാലത്ത് വേറെ വല്ലതും കണ്ടായിരുന്നോ? എന്തായിരുന്നു? വെള്ള കളർ. എന്നെ ആരാ വിളിച്ചിട്ടുണ്ടായിരുന്നു? ആരാ വിളിച്ചാൽ? ഓ, നിങ്ങൾ ആരാ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ? അത് പിന്നെ കണ്ടായിരുന്നോ? മൂർഖൻ തന്നെയോ? വെള്ളയോ? തനി വെള്ള, മേളൂശമല്ല. അതുപോലത്തെ വെള്ള. അപ്പോൾ ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പാമ്പുകളെ കുറിച്ച് പഠനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ എന്താ പറയുക, ഇപ്പോൾ വെള്ള പാമ്പിന് എനിക്ക് കിട്ടി, ജഗതി എന്നാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ അന്ന് ഭാരതവിഷൻ ചാനലിൻ്റെ ഓഫീസിൽ തനി വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് നമ്മുടെ പ്രോഗ്രാമില്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയല്ലോ അല്ലേ? എന്നത് ഇറക്കി മാറ്റിയിട്ടും കാലം വീണ്ടും വന്നിരിക്കട്ടെ. അപ്പം നമുക്ക് വീണ്ടും പിടിക്കാമല്ലോ അല്ലേ? ഇതിൽ വെള്ളം കിടക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെള്ളം മഴവെള്ളം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ആശാനെ കാണുന്നില്ല. പോയിട്ടില്ലല്ലോ. അവിടെ തന്നെ പലവരുടെയിൽ എന്തോ ഇതായിരിക്കുന്നുണ്ട്. ഇവിടെ ഹോളൊന്നുമില്ല. ഹോളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? അടിപൊളി. കാണാം. ഈ പലവരുടെയിൽ ഒരാൾ ഇതായിരിക്കുന്നു. നമ്മൾ വ്യക്തമായിട്ട് കാണാം. ചുരുണ്ട് പലവയോട് ഇങ്ങനെ ചുവരോട് ചേർന്ന് പരന്നിട്ട് ചെവരിൻ്റെയും ഈ പലവരുടെയൊക്കെ ഇതായിരിക്കുന്നു. ഈ അമ്മിയുണ്ട്. അമ്മിയുടെ ഇടയ്ക്ക് ഒരാളിനെ കാണാം. ഒന്നിനെ കാണുന്നില്ല. ഇനി ഒന്നിന് ചാക്കിൻ്റെ അടിയിലാണോ നല്ല 2 ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ചാക്കങ്ങ് മാറ്റാം. ദേവമൊക്കെ നല്ല നനഞ്ഞിരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് കയറിയാണ്. വേണ്ട, അടിപൊളി. ഓ, നല്ല ഒന്നാം തരമാണ്. ആണ് മെയിൽ അല്ല, ഒന്നേ ഉണ്ടുള്ളൂ. 2 കണ്ടല്ലോ എന്തോ? 2 പോയിട്ടില്ലല്ലോ ആ സമയത്ത്. വേണ്ട, അടിപൊളിയായിട്ട് ഇതായിരിക്കും. ഒരു നല്ല അടിപൊളി, ഒരു നല്ല സൈസുള്ള, ഒരു നല്ല സൂപ്പർ ഒരു ആണാ പറഞ്ഞത്. എനിക്ക് സൂപ്പർ അടിപൊളി. എനിക്ക് തോന്നുന്നൊരു 7 വയസ്സിന് മേളിലെങ്കിലും പ്രായം വരുന്ന നല്ലത്. ഇങ്ങോട്ട് പോകും. ഇവിടെ ഇങ്ങോട്ട് പോകും. ഇവിടെ ഇങ്ങോട്ട് പോകും. ഒരാളിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പോണു. വേണ്ട, സൂപ്പർ. ഒരു അടിപൊളി ഒരു അതിഥി.
ഈ വലയുടെ ഇടയിൽ കൂടെ ഇതാ പോകുന്നത്. ഈ വലയാണ്ട് കുരുങ്ങൂല മക്കളെ. ഇതാ ആടിപ്പൊളി. ഇതാ നോക്കി, വലിയൊരു സാധനം. അതാണ്ട് നോക്കി, ആടിപ്പൊളി. അതെന്തായാലും നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് നേരെ ഇതിനകത്ത് തന്നെ ഒന്ന് കയറി. എനിക്ക് തോന്നുന്നത് മറ്റേ ആളും ഇതിനകത്ത് തന്നെ കാണും. അതാണ് അദ്ദേഹം നേരെ ഇങ്ങി പോകുന്നത്. ഇതായിരിക്കുന്നു. ആദ്യത്തെ ആളിനെ തന്നെ കണ്ടത്, മറ്റേ ആളിനെ കാണുന്നില്ല. ഇതാ അടിപൊളി. ഓയില് ഒരാളിനെ കാണുന്നത്. അയ്യോ ഇതിനകത്തൊരു അനക്കം കേട്ടോ. അതിന് രണ്ടും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? പോയിട്ടില്ല, ഉറപ്പായിട്ട് പോയിട്ടില്ല. ഇതിനകത്തൊരു അനക്കമുണ്ട് കേട്ടോ. ടയറിനകത്ത് ഇതാ പോകുന്നത് അതെയോ. ഈ ടയറിനകത്തൊരു അനക്കം. ടയറിനകത്ത് കേട്ടിട്ടുണ്ട്. നോക്കിക്കോളാം, അങ്ങോട്ട് പോകുന്നുണ്ടോ അതിനെന്തോ. ചട്ടിക്കകത്ത് എറിയുന്നൊരു സംശയമുണ്ട് കേട്ടോ. ഓക്കെ, ടയറിനകത്തല്ല, ഈ ചട്ടിക്കകത്ത് കാണുന്നുണ്ട് കേട്ടോ. അതാ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതാണ്ട, ഈ ഗ്യാപ്പിനകത്തൂടെ നേരെ മെഴുകി. ഇതാണ്ട, അടിപൊളിയായിട്ട് ഇതാ സൂപ്പറായിട്ടിരിക്കുന്നതാ, അടിപൊളിയായിട്ട് കണ്ടോ, അടിപൊളിതാ. നമ്മൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കരുത്. നമ്മൾ പെട്ടെന്ന് ചെന്ന് അറിയാതെ ടയറിനകത്ത് കൈവച്ച് ടയറിൻ്റെ അടിയിരുന്നിട്ട് ഈ സാധനം എന്തായിരുന്നു പൊങ്ങിയിരിക്കുകയായിരുന്നു. ചട്ടി അങ്ങ് പൊങ്ങിയിരുന്നു. അതുകൊണ്ട് അതിനകത്ത് കയറി. ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരിടത്തിരുന്നാ ഫീമെയിൽ പെണ്ണതിതാ അടിപൊളി. നല്ല സൂപ്പർ ഫീമെയിൽ അത്. നല്ല കടിയൻ, നോക്കിയോ, നല്ല കടിയൻ. വന്നപ്പോഴേ അനന്ത് പറയുന്നുണ്ടായിരുന്നു നല്ല സൗണ്ട്. മക്കൾ അത് നോക്കിയോളേ, അവിടെ അങ്ങോട്ട് അനങ്ങുന്നുണ്ടോ നോക്കിയോളേ. നമ്മൾ സാധനം മാറ്റി വെച്ചാൽ മതി, നേരെ അതിനകത്ത് തന്നെ പോയി കയറി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കുറ്റിയും കൂടെ മാറ്റാം. നല്ല വെള്ളത്തിൽ നല്ല കുളിച്ച് എനിക്കൊരു ആറ്റിന് അക്കരെ നീന്തി കയറി അവന് സാധ്യത കൂടുതൽ. കാരണം പെണ്ണതി, പക്ഷെ കണ്ട തലേര കെട്ടേണ്ട നല്ല വലിയൊരു ആൺ മൂർഖനെ പോലെ. പക്ഷെ ഫീമെയിലാണ്. മറ്റേ അതിഥിയും അതാ അദ്ദേഹത്തിൻ്റെ ബാല്യത അവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇരിക്കുന്നത് ഒരു കണക്കിന് നമുക്ക് നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അതിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചാനലൊന്ന് പാത്തങ്ങിരിക്കും. അപ്പം നമ്മളെപ്പോലുള്ള ആരെങ്കിലും വിളിച്ച് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. മറ്റേ തിരിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ആറ്റിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും മാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുക പാടാണ്. പിന്നെ എപ്പോഴാണ് കയറി വരിക എന്ന് അവർക്ക് പ്രതീക്ഷയാണ്. ഇവിടെ 2 നായുണ്ട്, അതിൽ കുഞ്ഞൻ ഡോഗ്. അവളാണ് ഓടി നടന്ന് ഇതിനെ കുറച്ച് കണ്ടുപിടിച്ചിട്ട് പുള്ളിയെ പെരഞ്ഞു വന്നപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കിടപ്പാണ് പുള്ളി ഇറങ്ങി നോക്കിയത്. അപ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. ഇപ്പോൾ ഇവരെ കണ്ടതും പുള്ളിക്കാരനെ കണ്ട നേരെ ഇതിനകത്ത് നിന്ന്. പക്ഷേ ആ ശല്യമൊന്നും ഇല്ലാതിരുന്നിരുന്നുവെങ്കിൽ ഇണ ചേർന്ന് ഉള്ള ഇത് കിട്ടിയേനെ. നമുക്കെല്ലാം ഇങ്ങോട്ട് മാറ്റാം. നമ്മൾ മാറ്റാതെ അവിടെ വെച്ച് തന്നാൽ ഇതാണ്ടേ ഇതായിരിക്കുന്നു. അടിപൊളി. കണ്ടോ, അടിപൊളി. 2 പേര് നല്ല ആരോഗ്യത്തിൽ, നല്ല സ്മാർട്ട്, 2 നല്ല ആരോഗ്യത്തോടുള്ള അതിഥികൾ. 2 പേരും നല്ല ആരോഗ്യം നിങ്ങൾ. പക്ഷേ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 പേരും മിക്കവാറും വെള്ളം നല്ല നനവും, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. നല്ല വെള്ളം, ദേഹത്തേക്ക് നല്ല വെള്ളം കിടപ്പുണ്ട്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്
വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് മണിക്കൂറുകൾ മതി. ഇത് പുള്ളിക്കാരൻ കണ്ട സമയത്തായിരിക്കും അവർ വെള്ളത്തിൻ്റെ സൈഡിൽ മാളത്തിൽ നിന്നോ നീന്തി അക്കരെ നിക്കരോട്ട് നീന്തി കയറാനായിരിക്കും സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ ചട്ടി എന്തായാലും ഇരുന്ന് നന്നായി. ഈ ചട്ടി തറയിൽ കമിഴ്ന്നിട്ട് പൊങ്ങിയിരുന്നുണ്ട്, അതൊരു സൈഡ് മാത്രം പൊങ്ങിയിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഒരാൾ. അതാ അപ്പോൾ നമ്മളൊന്ന് കണ്ണ് ചെമ്മി 2 മിനിറ്റ് മാറി കൊടുത്ത് അവർ നേരെ അങ്ങ് ആറ്റിൽ പോയിക്കോളും. 2 മിനിറ്റ് പുള്ളിക്കാരൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്ത് ഇറങ്ങാതിരുന്നിരുന്നുവെങ്കിൽ അത് നേരെ വെള്ളത്തിൽ പോനെ. ഇണചേരാനായി എത്തി. അനന്തുവിൻ്റെ കണ്ണി കണ്ടു. അനന്തുവിൻ്റെ ഒരു എന്താ പറയുക കൊച്ചു ഡോഗുണ്ട്, നല്ല എന്താ പറയുക ക്യൂട്ടായിട്ട് നല്ല നാടൻ നായി. നാടൻ ഇനത്തിൻ്റെയാണ്, ചെറിയ പൊക്കം കുറഞ്ഞ സാധനം. ഇവിടെ വേറെ അപ്പുറ സൈഡിൽ വേറെയും കിടപ്പുണ്ടൊരു നായി, അത് പക്ഷേ നല്ല ഹൈറ്റില്ല. അവൻ ഡെയിനാണെന്ന് പറഞ്ഞു, അവൻ അനങ്ങാൻ വയ്യ, അവൻ എപ്പോഴും റെസ്റ്റിങ്ങിലാണ്. പക്ഷേ ഈ പാവം നായി, കുഞ്ഞു നായി കണ്ടെണ്ണെ കുറച്ചെണ്ണയാണ് അനന്തു ഇറങ്ങി നോക്കിയത്. നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്, പാമ്പുകൾ ചേരുമ്പോൾ തമ്മിൽ ഫൈറ്റിങ് കടി കൊടുത്തില്ല, ഇണകൾ തമ്മിൽ ആണും പെണ്ണും തമ്മിൽ കടി കൂടില്ല എന്നൊക്കെ പറയാറുണ്ട്. ശ്രദ്ധ മണ്ടത്തിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ യാത്രക്കിടയിൽ ചേരുന്നതിന് മുന്നേ ആണും പെണ്ണും തമ്മിൽ നല്ലതായിട്ട് കടികൂടി മുറിവുണ്ടാക്കിയതിന് ശേഷം ചേരുന്നതൊക്കെ അത് മണിക്കൂറുകൾ പോയി ഇരുന്ന് അതിൻ്റെ മാറ്റിങ് നടന്ന് തീർന്നതിന് ശേഷം എടുത്തിട്ട് വന്ന അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ എന്നിട്ട് കിട്ടുന്ന സമയത്ത് ആ ഡേറ്റ് എഴുതി വെക്കും, എന്നായിരുന്നു ചേർന്നത്, എന്ന് എത്ര ദിവസം കഴിഞ്ഞ് മുട്ടയിട്ടു എന്നൊക്കെ ഞാൻ പണ്ട് എഴുതി തയ്യാറാക്കും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ആദ്യം നല്ല നമ്മളൊരു പിടിച്ചൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പിടിച്ചൊക്കെ വരുമ്പോൾ അവർ പിന്നെ എന്താ പറയുക തമ്മിൽ കടിയാവും, പിന്നെ ആ സ്നേഹം മാറും. ഇതിനെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഇത് അടുത്ത സ്ഥലത്ത് ചേരും. എനിക്ക് യാതൊരു സംശയം. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇനി 2-3 ദിവസമൊക്കെയാണെങ്കിൽ ആ ടെൻഡൻസി അങ്ങ് പോയി കാണും. ഇനി പുതിയ ഒരു പാമ്പ് അതിഥിയായിട്ടായിരിക്കും, ചിലപ്പോൾ പാണതിഥിയായിട്ടായിരിക്കും, ചിലപ്പോൾ ഇതേ ചേരുന്നത്, പുതിയ പെണ്ണതിഥിയായിട്ടായിരിക്കും അതേ ചേരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ളതിൽ ഇന്നത്തെ നമുക്കൊരു 5.25 അടിയോളം നീളം വരുന്ന നല്ല ഒത്തൊരു ആണതിഥിയെയും ഏകദേശം ഒരു 3.5 അടിക്ക് മേളിൽ 4 അടിക്ക് അടുത്ത് നീളം വരുന്ന വാലിൻ്റെ അഗ്രം മുറിഞ്ഞു പോയിട്ട് ഉരുണ്ടിരിക്കുന്ന ഒരു പെണ്ണതിഥി. ഈ ഫീമെയിൽ അതിഥി എന്തായാലും ഈ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമോ ഒന്നും ചേർന്നിട്ടില്ല, മുട്ടയിട്ടില്ല. ശരീരം കാണുമ്പോൾ അറിയാൻ പറ്റും. ചേരുന്ന സമയത്ത് ചേർന്ന് ഒരു പ്രാവശ്യം മുട്ട വയറിങ്ങനെ പതിഞ്ഞു കിടക്കും, ചരിഞ്ഞു കിടക്കും. ഇപ്പോൾ അതൊന്നുമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന
നമ്മളെന്തായാലും സമയം കളയുന്നില്ല. അവരും ബോറടിച്ചാണ്. കാരണം ഞങ്ങൾ സ്നേഹിച്ച് വന്നാൽ ഞങ്ങളെ കുറേ നേരം നിങ്ങൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ എടുത്തുകൊണ്ട് പോടേ എന്നുള്ള അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവർ ചാക്കിലാക്കണം. എന്ത് മക്കളെ ചാക്കുണ്ടായിരുന്നു? ചാക്കിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമ്മൾ ചാക്കിലാക്കുകയാണ്. നമ്മൾ ഒരാളിനെ അകത്താക്കി, അദ്ദേഹം സൈലൻ്റായി. അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുകൊണ്ട് മറ്റേ ആളിനെ കൂടി ഒരുമിച്ച് ആക്കാനുള്ള പരിപാടിയാണ്. രണ്ടുപേരെ ഒരുമിച്ചാക്കി. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എല്ലാം വിളിക്കണം. എന്ത് മക്കളെ വള്ളിങ്ങ അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് കോളുകൾ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര അടിപൊളി യാത്ര. അപ്പോൾ എന്തായാലും നമ്മുടെ ജഗതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൊച്ചു കൂട്ടുകാരൻ്റെ കൊച്ചാർ റോഡിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ്റെ അനന്തുവിൻ്റെ വീട്ടിൽ ഇണചേരാനായി എത്തി. പെട്ടെന്ന് അദ്ദേഹത്തിനെയും ഡോഗിനെയും കണ്ട സമയത്ത് ചപ്പിനിടയിൽ പോയി കുറച്ച് വേസ്റ്റ് അതിനിടയിൽ പോയി കയറി പതുങ്ങിയിരുന്ന 2 മൂർഖ അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതൊരു എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.